ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പം ഞാൻ ഈ ചട്ടികൾ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ റോസിൻ്റെ കൊമ്പുകൾ കുത്തി വെച്ചിരുന്നത് റീപോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ പേപ്പർ ഗ്ലാസ്സിലാണല്ലോ നട്ടിരുന്നത്. അപ്പോൾ ചില കൊമ്പുകളെല്ലാം നന്നായിട്ട് പൊടിച്ചൊക്കെ വന്നിട്ട് പിന്നെ അത് ഉണങ്ങാൻ തുടങ്ങി. എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. റോസ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കുറേ നാളായി ശ്രമിക്കുന്നത്. പലയിടത്തുനിന്ന് ഞാൻ കൊണ്ടുവരും, പല സ്ഥലത്തായിട്ട് നട്ടൊക്കെ വെക്കുകയും ചെയ്യും. എന്നിട്ട് എന്തോ പിടിച്ച് കിട്ടുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങിപ്പോവും. നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്നത് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ കൊമ്പ് മുറിച്ചിട്ടൊക്കെ കൊണ്ടുവരേണ്ടതാണ് എനിക്ക് പിടിച്ച് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. എന്താ കാരണം എന്നറിയില്ല. അപ്പോൾ അതേ നമ്മൾ പേപ്പർ ഗ്ലാസ്സിൽ നിന്ന് എടുത്തു. ഒന്ന് രണ്ടെണ്ണത്തിൽ താഴോട്ട് നല്ലപോലെ വേര് വന്നിട്ടുണ്ട് കേട്ടോ, ഈ കാണിക്കുന്നത് പോലെ. ചിലതിൽ അത്രയ്ക്ക് അങ്ങ് വേര് വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഉണങ്ങി തുടങ്ങിയ കൊമ്പെല്ലാം മുറിച്ച് കളഞ്ഞിട്ടാണ് കേട്ടോ ഈ പോട്ടിലോട്ട് ഇറക്കി വെക്കുന്നത്. നമ്മുടെ മുറ്റത്ത് വെയിൽ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണേ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മാവിൻ്റെ തണലുണ്ട്, കൂടാതെ കുട പോലെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വാഗമരത്തിൻ്റെ തണലുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് വെയിലും കാറ്റൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പം. അപ്പോൾ അതുകൊണ്ടാവണം ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ, നല്ലപോലെ വെയിൽ കിട്ടേണ്ട പ്ലാന്റുകൾ മുറ്റത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ശരിക്കും അങ്ങ് പിടിക്കില്ല. നേരത്തെ ഫ്രണ്ടിൽ നേരെ കാണുന്ന ആ ഫ്ലാറ്റ് വരുന്നതിന് മുന്നേ ആയിരുന്നെങ്കിൽ ഒരുവിധം വെയിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണേ. ആ ഫ്ലാറ്റും കൂടി പണിത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് തീരെ വെയിലില്ലാത്ത പോലെ ആയേ. ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് മാത്രം കുറച്ച് നേരം വെയിൽ കിട്ടുമെങ്കിലും പിന്നെ അങ്ങോട്ട് അധികം വെയിലുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല കേട്ടോ റോസൊക്കെ ഇങ്ങനെ പിടിച്ച് കിട്ടാത്തത്. അപ്പോൾ ഞാനത് മൂന്നും ചട്ടിയിലായിട്ട് എല്ലാ പ്ലാന്റ്സും നട്ട് വെച്ചേ. എന്നിട്ട് ഞാനത് വെയിൽ അധികം കിട്ടുന്ന സ്ഥലത്ത് തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് കുറച്ചെങ്കിലും വെയിൽ കിട്ടുന്നത്. പിന്നെ ടെറസിൽ വെക്കണം. ടെറസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോയെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ടെറസിലോട്ട് കയറ്റാത്തത്. പിന്നെ ഒരു വൈറ്റ് റോസാണ് ഇത്. ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ പൂവുണ്ടാവാറുണ്ടെങ്കിലും ഒന്ന് രണ്ട് പൂവൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ കൊമ്പൊക്കെ ഞാൻ അതിൽ തന്നെ കുത്തി കൊടുക്കുന്നത് കേട്ടോ. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള കൊമ്പൊന്നുമല്ല കേട്ടോ, ഭയങ്കര നേർത്ത കൊമ്പാണ് ഇതിന്. എന്നാലും ഞാൻ അതിൻ്റെ കളഞ്ഞൊന്നുമില്ല, ഉള്ളതെല്ലാം ഞാൻ അതിൽ തന്നെ കുത്തി കൊടുത്തിട്ടാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ചെയ്യുന്നതല്ലേ എന്ന് ഓർത്ത് നോക്കിയതാണേ. അപ്പോൾ ഈ നമ്മുടെ വിങ്കയുണ്ടല്ലോ, 3 വിങ്ക വാങ്ങിച്ചതിൽ 2 എനിക്ക് ശരിക്കും പിടിച്ചു കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അതിൽ ഒരെണ്ണമാണ് ഇത്. ഇത് നല്ലപോലെ പൂവ് ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇലകളൊക്കെ ഒന്ന് മഞ്ഞപ്പ് കയറി ഇങ്ങനെ വാടി നിൽക്കണ പോലെയൊക്കെ തോന്നി. അപ്പോൾ ഞാൻ ഓർത്തൊന്ന് പോട്ട് മിക്സ് മാറ്റി ഒന്ന് കൊടുത്ത് നോക്കാമെന്ന് കരുതിയിട്ട് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ ആ മാറ്റണേൻ്റെ ഒപ്പം തന്നെ ഞാനതിൻ്റെ കൊമ്പുകളും കൂടി മുറിച്ചൊന്ന് കുത്തി കൊടുക്കുന്നുണ്ടേ. വേറൊരു പോട്ടിലേക്കാണ് ഞാൻ 2-3 കൊമ്പ് വയ്ക്കുന്നത്. അതിൽ തന്നെ 1-2 വെക്കുന്നുള്ളൂ കേട്ടോ. നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ, ഒരു പീച്ചിനോട് സാദൃശ്യമുള്ള ഒരു പിങ്ക് കളറിലെ പൂവാണ് കേട്ടോ ഇത്. വിങ്ക ഞാൻ അധികം വെയിലടിക്കാത്തൊരു സ്ഥലത്തേക്കാണ് കേട്ടോ വെച്ചത്.